ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അനന്തൻ. ഇടുക്കിയിലെ അതിമനോഹരമായ മലയോര പ്രദേശം, അവിടെയാണ് എൻ്റെ വീട്. എനിക്ക് 25 വയസ്സുണ്ട്. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ഉറച്ച ശരീരമാണ് എൻ്റേത്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയും ഞാനുമായുള്ള കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. തൊട്ട് അടുത്തുള്ള ടൗണിൽ ഞാൻ സ്വന്തമായി ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ്. മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് ആണ്. കൂടാതെ ചെറിയൊരു ഫോട്ടോ സ്റ്റുഡിയോയും ഉണ്ട്. 2 കൊല്ലമായി ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ട്. എൻ്റെ കട ഇരിക്കുന്നിടത്ത് വേറെ ഷോപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അടുത്തു നിന്നാണ് റീചാർജ് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്താണ് തോമസ് കുട്ടി ചേട്ടൻ താമസിക്കുന്നത്. ആളൊരു പാവമാണ്. നാട്ടുകാർക്കെല്ലാം ആളിന് വലിയ കാര്യമാണ്. ആള് ടൗണിൽ കേബിൾ TV സ്ഥാപനം നടത്തുകയാണ്. കൂടാതെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ പറമ്പിൽ കുറച്ച് കൃഷിയുമുണ്ട്. ചേട്ടൻ്റെ ഭാര്യയാണ് നമ്മുടെ കഥയിലെ നായിക അന്ന ചേച്ചി. ചേട്ടനും ചേച്ചിക്കും 2 പെൺമക്കളുണ്ട്. ഒരാൾക്ക് 18 വയസ്സും ഒരാൾക്ക് 15 വയസ്സും. അന്ന ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെളുത്തിട്ടാണ്. നല്ല വണ്ണവും പൊക്കവും എല്ലാം ഉണ്ട്. തോമസ് ചേട്ടനും ചേച്ചിക്കും എന്നെ വലിയ കാര്യമാണ്. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ എന്നെയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ മൂത്ത മകള് ട്യൂഷൻ കഴിഞ്ഞ് വരാൻ വൈകിയാലും ഞാനാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ. ചേട്ടനും ചേച്ചിക്കും എന്നെ അത്രയ്ക്കും വിശ്വാസമാണ്. അതിനൊരു കാരണമുണ്ട്. പഠിത്തം എല്ലാം കഴിഞ്ഞ് പണിയൊന്നുമില്ലാതെ അലഞ്ഞു നടക്കാതെ സ്വന്തമായി ഒരു കടയിട്ട് അത് നല്ല രീതിയിൽ നോക്കി നടത്തുന്നു. നല്ല ഉത്തരവാദിത്തമുള്ള പയ്യൻ. അവരുടെ എല്ലാം മനസ്സിൽ ആ ഒരു സ്ഥാനമുണ്ട്. 1 കൊല്ലം മുമ്പാണ് ഞാനും ചേച്ചിയുമായി നല്ല കൂട്ടായത്. ഒരു ദിവസം ആശുപത്രിയിൽ ചേച്ചിയുടെ കൂടെ പോവേണ്ടി വന്നു. എൻ്റെ ബൈക്കിനാണ് പോയത്. ഞാൻ റോഡിലെ കുഴിയിലൊക്കെ വണ്ടി ചാടിച്ചാണ് പോയത്. അന്ന് തൊട്ട് എൻ്റെ സാങ്കല്പിക കഥയിലെ നായിക ചേച്ചിയാണ്. അങ്ങനെ കുറെ വിട്ടതാണ്. കൃഷിയുടെ സമയമായാൽ ചേച്ചിയും ചേട്ടനും ഒന്നിച്ചാണ് പറമ്പിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് കളഞ്ഞതിനൊന്നും ഒരു കണക്കുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ കടയിലാണ്. അപ്പോഴാണ് തോമസ് ചേട്ടൻ്റെ കോള് വന്നത്. എടാ, നീ കടയിലാണോ? കടയിൽ തിരക്കൊന്നുമില്ലെങ്കിൽ വീട് വരെ ഒന്ന് വരുമോ? തിരക്കൊക്കെ കഴിഞ്ഞു. എന്താണ് ചേട്ടാ കാര്യം? എടാ, അന്നയ്ക്ക് അവളുടെ വീട് വരെ ഒന്ന് പോകണമെന്ന്. ഞാനിപ്പോൾ സ്ഥലത്തില്ല, കുറച്ച് തിരക്കാണ്. നീ ഒന്ന് അവളുടെ വീട് വരെ കൊണ്ടുപോകുമോ? കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല സന്തോഷം തോന്നി. അതിനെന്താ ചേട്ടാ, ഞാൻ കൊണ്ടുപോകാലോ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് കടയിലെ കാര്യങ്ങളെല്ലാം സ്റ്റാഫിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന ചേച്ചി എൻ്റെ അമ്മയുമായി സംസാരിച്ച് നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പെട്ടെന്ന് വന്നോ? ഞാൻ പോയി വേഗം റെഡിയായിട്ട് വരാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയായി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചേച്ചിയെ വിളിച്ചു. എടാ, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ റെഡിയായി വരാം, നീ കയറിയിരിക്കുക. ഞാൻ അവിടെ സോഫയിലിരുന്ന് എൻ്റെ ഫോൺ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ റൂമിൻ്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ അവിടേക്ക് നോക്കി. ബ്ലൗസും പാവാടയും മാത്രമുള്ളൂ. എടാ, നിനക്ക് ചായ തന്നില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്. എടാ, നീ ഇരിക്കേ, ഞാൻ ഇപ്പോൾ തന്നെ ചായ ഇടാം എന്ന് പറഞ്ഞ് ചേച്ചി അടുക്കളയിലേക്ക് പോയി. ആ വലിയ 2 കുടങ്ങൾ ഇടത്തേക്കും വലത്തേക്കും കിടന്ന് തുള്ളി കളിക്കുകയാണ്. ചേച്ചി, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ദാഹമൊന്നുമില്ല. ചേച്ചി വെള്ളമായിട്ട് വരുമ്പോൾ ആ പൈനാപ്പിൾ കിടന്ന് ആടുന്നതും കാണാൻ. ചേച്ചി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. ഇതുവരെ ഇല്ലാത്തൊരു ചിരി ചേച്ചിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. ഗ്ലാസും വെള്ളവുമായി ചേച്ചി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ വെള്ളം വാങ്ങാൻ കൈനീട്ടിയപ്പോൾ ചേച്ചി ആ വെള്ളം പൈനാപ്പിളിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു. ഇനി നീ കുടിച്ചോ എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ ആ വെള്ളവും കുടത്തിന് അകത്തെ വെള്ളവും മതിയാവോളം കുടിച്ചു. കൂട്ടുകാരെ, കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.